മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള ഡിസൈപ്പിൾഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എലിഷയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് പൗലോസ് ശുശ്രൂഷ ചെയ്തത് എന്നുള്ള കാര്യം നമ്മളത് ചിന്തിക്കുകയാണ്. ശരിക്കും ഇത് ഒരു ഡിസൈപ്പിളിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറഞ്ഞു നേരത്തെ, ഡിസൈപ്പിൾഷിപ്പിനോട് ചേർന്ന് ഇവാഞ്ചലിസം, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ, ഇത് മൂന്നും ആണ് നമ്മൾ ഇപ്പം ചിന്തിക്കുന്ന ഭാഗങ്ങൾ. അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി ഒക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു മിഷൻ ആയിട്ട്, ഇതൊരു ദൗത്യവുമായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഇതൊരു ഒരു ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊരു മാർഗദർശനമാവുന്ന ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ചിലരൊക്കെ എന്നോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തനത്തിലും ഒക്കെ ചെയ്യുന്നവർ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. അവർ ചർച്ചായിട്ട് 19 പേര് ഉള്ളവർ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ അങ്ങനെയുള്ളവരും ഇതിനകത്ത് ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും ഒരു പ്രയോജനമായി തീരട്ടെ എന്ന് ചിന്തിക്കുന്നു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നാണ് കർത്താവിലുള്ള പ്രയത്നം, സ്നേഹപ്രയത്നവും വിശ്വാസത്തിൻ്റെ വേലയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് അതിനകത്ത് ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ ആ തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്താലും നിങ്ങൾക്കറിയാം. 1-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് പറഞ്ഞിരുന്നത്. 2-ാം അധ്യായത്തിൽ ഞാനിന്ന് വായിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയശോധന ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ ഉപയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോടോ നിങ്ങളോടോ മറ്റുള്ളവരോടോ മാനം അന്വേഷിച്ചില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടി വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ എത്ര പവിത്രമായി നീതിയായി അനന്യമായി നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളുടെ ഒരുത്തിനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന ഞങ്ങൾ നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 13 വാക്യങ്ങളിൽ ഒരുപാട് മീനിങ് മീൻസ് ക്രിസ്ത്യൻ കർത്താവിൻ്റെ ശുശ്രൂഷ, ക്രിസ്ത്യൻ മിനിസ്ട്രിയുമായിട്ട് ചേർന്നുള്ള ഒരുപാട് ചിന്തകൾ ഇതിനകത്തുണ്ട്. ഏത് രീതിയിലായിരിക്കണം സുവിശേഷ പ്രവർത്തനം നടത്തേണ്ടത്? ഇത് ഞാൻ പറയാം, കർത്താവിന് വേണ്ടി വിശ്വാസത്തിൻ്റെ വേലയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ സുവിശേഷ പ്രവർത്തനം എന്നുള്ളത് ചിന്തിക്കാനും കൂടിയാണ് ഈ ഭാഗം എടുത്തത്. നമുക്കറിയാം, തെസ്സലോനിക്കയുടെ ലേഖനമാണ് പൗലോസ് ആദ്യം എഴുതിയ ലേഖനം എന്നാണ് പറയപ്പെടുന്നത്. ഈ തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോൾ ആകെ അവിടെ 3 ആഴ്ചകളിൽ പള്ളികളിൽ സംസാരിച്ചു, സിനഗോഗിൽ സംസാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കി അവരവിടുന്ന് വിട്ടു ബെറോയിലേക്ക് പോയതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചാണ്. തെസ്സലോനിക്ക സഭയുമായിട്ടുള്ള കാര്യത്തിൽ സംസാരിച്ചപ്പോൾ ഫിലിപ്പിയിൽ നിന്ന് 100 മൈൽസുള്ള സ്ഥലം, അവിടെ പോർട്ടുണ്ട്, അവിടെ ഒരുപാട് ബിസിനസ് സെൻ്റർ ഉണ്ട്, എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ തെസ്സലോനിക്ക. അപ്പോൾ ഈ തെസ്സലോനിക്കയിൽ
നിങ്ങളുടെ ഇടയിൽ വന്ന് വ്യർത്ഥമല്ല. അവരുടെ ഫെയ്ത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി ശ്ലാഘിച്ച് പറയുന്ന കാര്യം കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, അഖായയിലും മക്കദോന്യയിലും എല്ലാം ഇത് ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് ആദ്യം നിങ്ങളോട് പറയുന്ന 2-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ട് വലിയ പോരാട്ടത്തോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ഇടയിൽ ധൈര്യപ്പെട്ടിരുന്നു. സ്പീക്കിംഗ് ഗോസ്പൽ വിത്ത് മച്ച് ഒപ്പോസിഷൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും പ്രാർത്ഥിച്ചു. ഞങ്ങളും ടീമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരോട് കൂടിയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും സുവിശേഷത്തിനെതിരായിട്ട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ സമയത്ത് തൊട്ടേ ഉണ്ട്. റോമൻ എംപയറിൽ നടന്ന ക്രിസ്ത്യാനികളോട് ക്രൂരത എന്താണെന്ന് നിങ്ങൾക്കറിയാം. യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും അതർ ദാൻ ജോൺ, യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലുകയാണ് ചെയ്തത്. ഒന്ന് ക്രൂശിച്ചു, അല്ലെങ്കിൽ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പീഡനം അനുഭവിച്ചവരെല്ലാം മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് കഷ്ടവും അപമാനവും ഏൽക്കുകയും അതുപോലെ ഉള്ളൊരു ലൈഫാണ് ഉള്ളത്. നമുക്കറിയാം, നേരത്തെയൊക്കെ ഈ ആളാം പ്രതി സുവിശേഷ വേലയും അതുപോലെ ഈ ഓപ്പൺ എയർ മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ നിന്നുപോയി, ഒരുപാട് ഇല്ല. അവിടെയൊക്കെ വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെ നടക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടത്. ഒന്ന് ഇറങ്ങി റോഡിലെങ്ങാണ്ട് ഒന്ന് സുവിശേഷം പറഞ്ഞു നോക്കി, ആരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എല്ലാവരും അതിന് എതിരാണ്. കാരണം ഇതെന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ മതം മാറ്റുകയാണ്. ഈ മതം മാറിയാൽ എന്താണ് കുഴപ്പം? ഒരു പ്രോബ്ലം ഇല്ല, ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വിദേശ ഫണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും എല്ലാം സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ ഒന്ന് ഡീറ്റെയിലായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ യേശുവിനെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ആരും തകർന്നു പോയിട്ടൊന്നുമില്ല. ഇതുവരെ എങ്ങും തകർന്നു പോയിട്ടില്ല. യേശുവിനെ അറിയുകയും യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപ്പായിട്ട് മാറുകയാണ്. അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായി തീരുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ തല്ലാനല്ല പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ സഹായിപ്പാനാണ് പഠിപ്പിക്കുന്നത്, ദൈവവുമായിട്ട് നല്ല രീതിയിൽ ജീവിപ്പാനാണ് പഠിപ്പിക്കുന്നത്, നീതിയോട് ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്, ശത്രുക്കളെ സ്നേഹിപ്പാനാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം യേശു അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇത് പഠിപ്പിക്കുമ്പോൾ എന്തിനാ ഇത്രയും വിരോധം കാണിക്കുന്നു? അതിപ്പോഴല്ല, AD യേശുക്രിസ്തുവിൻ്റെ 33 തൊട്ട് ഇങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം, AD 30 തൊട്ട് ഇങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം ഈ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ടുള്ള പീഡനം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും സഹിച്ചിട്ട് വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിരുന്നു. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. സോ സ്പീക്കിംഗ് ഗോസ്പൽ വിത്ത് മച്ച് ഒപ്പോസിഷൻ. ഈ ഒപ്പോസിഷൻ ഉള്ളിടത്തൊക്കെ ഗോസ്പൽ ധാരാളമായിട്ട് പ്രവർത്തിക്കുകയും വളരുകയും ചെയ്യും. ചൈന ഒരിക്കൽ പൂർണ്ണമായിട്ട് സുവിശേഷത്തിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ടപ്പോഴെന്താ സംഭവിച്ചത്? അണ്ടർഗ്രൗണ്ട് ചർച്ചസ് കണ്ടുപോലും വളർന്നു. എവിടെയൊക്കെ ഒപ്പോസിഷൻ ഉണ്ടോ അവിടെയൊക്കെ അത് വളരെ. എന്താ കാരണം? യേശുക്രിസ്തു പീഡിതരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ യേശുവിൻ്റെ അരികെ കണ്ണുനീര് വാർക്കുമ്പം യേശു കണ്ണുനീര് കാണുന്ന ദൈവമാണ്. യേശു ബലപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഏതൊക്കെ കഷ്ടവും അവമാനവും വിശ്വാസികൾ അല്ലെങ്കിൽ ബിലീവേഴ്സ് ആയിട്ടുള്ളവർ അനുഭവിച്ചാൽ, ദൈവനാമത്തിന് വേണ്ടി അനുഭവിച്ചാൽ, അതെല്ലാം വലിയ വലിയ അനുഗ്രഹങ്ങൾ അനേകം ആളുകളുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് നമ്മൾ മറന്നുപോകണം. അതുകൊണ്ട് പോളും ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ പറയുന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് എന്തെങ്കിലും പൂരിപ്പിക്കാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാൻ ഞാൻ പ്രിപ്പയർഡാണ്.
എന്ന് പറഞ്ഞാൽ മരിക്കാനും കൂടി പ്രിപ്പയർഡാണ്. ഡിസൈപ്പിൾഷിപ്പിൻ്റെ കോളിങ് അതാണല്ലോ, മരിക്കാൻ കൂടി പ്രിപ്പയർഡായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ. അതുകൊണ്ട് ഈ കഷ്ടവും അവമാനമൊന്നും പോളിന് ഒരു പ്രയാസമല്ല. ഇന്ന് കഷ്ടവും അവമാനമൊക്കെ കേൾക്കാനായിട്ടേ നമ്മുടെ യൂത്ത് ജനറേഷനൊക്കെ ഭയങ്കര പാടാണ്. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴവർ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് പോവും. അത്രേ ഉള്ളൂ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വർധനം. കാരണം എന്താണ്? വിശ്വാസത്യാഗം വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. അതുകൊണ്ട് കഷ്ടവും അവമാനവും ഏൽക്കാനും അല്പം സഹിക്കാനും ഒക്കെ ഇന്ന് ആർക്കും പറ്റത്തില്ല. കാരണം ആളുകൾ ആ രീതിയിൽ ട്രെയിൻഡായി. പണ്ട് 3-4 കിലോമീറ്റർ നടന്ന് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ഈ യൂത്ത് നടക്കുമോ? ഇല്ല. യങ്ങായിട്ടുള്ളവർ, പ്രായമുള്ളവർ ചിലപ്പോൾ നടന്നേക്കും. എന്നാൽ പ്രായം കുറഞ്ഞവർ വേറെ മാർഗം നോക്കും. ഒന്ന് സൈക്കിൾ നോക്കും, എൻ്റെ സമയം കളയാനില്ല, അല്ലെങ്കിൽ വെഹിക്കിൾ നോക്കും, എന്തെങ്കിലും നോക്കും. ആ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടി സമൂഹം കടന്നു പോവുകയാണ്. അതുകൊണ്ട് കഷ്ടവും അവമാനവും ഏറ്റ സുവിശേഷം അറിയിക്കുവാൻ വലിയ പാടാണ്. പഴയ കാലത്ത് പൗലോസിൻ്റെ സമയത്ത് സ്പീക്കിംഗ് ഗോസ്പൽ വിത്ത് മച്ച് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ഉണ്ട്. അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയൊരു ലോകമുണ്ട്. കർത്താവ് വന്നില്ല എങ്കിൽ, 100 വർഷം കഴിഞ്ഞാലും കർത്താവ് വന്നില്ലെങ്കിൽ വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഒപ്പോസിഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് ദൈവത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനമാണ്. ഈ ലോകത്തിൻ്റെയോ പിശാചിൻ്റെയോ പ്രസ്ഥാനമല്ല. അതുകൊണ്ട് പിശാച് അത് എപ്പോഴും മുടക്കുവാനായിട്ട് ഏതെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. സോ സ്പീക്കിംഗ് ദ ഗോസ്പൽ വിത്ത് മച്ച് ഒപ്പോസിഷൻ. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന സെക്കൻഡ് പോയിന്റ്, പ്രീച്ചിങ് വിത്തൗട്ട് ഹിപ്പോക്രസി. ഇത് ഇന്നലെ സംസാരിച്ച കാര്യമാണ് ഏലിശയുടെ ജീവിതത്തിൽ നിന്ന്. ദാറ്റ് ഈസ് ഹോളിനെസ് ഇൻ ദ മിനിസ്ട്രി. അത് തന്നെ ആ 10-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഹോളിനെസ് ഇൻ ദ മിനിസ്ട്രി. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു. ഇന്നലെയും ഇത് തന്നെ പറഞ്ഞാണ്, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, ഹിപ്പോക്രസി ഇല്ലാതെ ഇരിക്കുക. ഞങ്ങളുടെ പ്രബോധനം അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ അല്ല. ഒരു പർട്ടിക്കുലറായിട്ടൊരു ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമല്ല, അല്ലെങ്കിൽ ഞങ്ങളെ വലിയ ആളാക്കി കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമല്ല ഈ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രവർത്തനം എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവിൽ അവരെ ഉറപ്പിക്കുക, അല്ലെങ്കിൽ കർത്താവിലേക്ക് നടത്തുക എന്നുള്ള വലിയ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്. എന്തിനാണത് ചെയ്യുന്നത് വെച്ചാൽ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് കമ്മീഷൻ. യേശു നമുക്ക് വലിയൊരു കമ്മീഷൻ തന്നിട്ടുണ്ട്. അതനുസരിക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ലോകമൊക്കെയും ആ എൻഡ് ടൈംസിലെ ന്യായവിധിക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ തീയിൽ നിന്ന് ഇവരെ വലിച്ചെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം ദൈവം നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധം ഭരിക്കുന്നതിനാൽ ഞങ്ങൾ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ ഒന്നുമല്ല ഇത് പറയുന്നത്. പ്യുവർ ഹാർട്ടായിട്ട്, നല്ല കോൺഷ്യൻസോടുകൂടി, നല്ല മനസാക്ഷിയോടുകൂടി ആണ് പറയുന്നത്. അതൊന്നാലും അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അവർ നോക്കുന്നത്, ഈ കാണുന്ന കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ. ജനറലി ആളുകൾക്ക് അറിയുന്ന കാണുന്ന കാര്യങ്ങളാണ്. കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, നമ്മളെ ചുറ്റും നമ്മുടെ കണ്ണ് തുറന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു രാജ്യമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു സ്വർഗരാജ്യമുണ്ട്, അവിടെ ഇതൊക്കെ ഒരു ഐഡിയോളജി മിത്തും ഒക്കെ ആണെന്നാണ് ജനങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറമായിട്ടുണ്ടേ എന്നും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് ഒരു ആത്മീയ ലോകമുണ്ട് എന്നും ഒക്കെയുള്ള ചിന്തകൾ ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവർ പ്രവർത്തിച്ചത് അശുദ്ധിയിൽ നിന്നോ അബദ്ധത്തിൽ നിന്നോ വ്യാജമായിട്ടോ ഒന്നുമല്ല. ദാറ്റ് ഈസ് ഡിസീറ്റ്, അൺക്ലീൻനെസ് ഓർ ഗൈൽ. ഇതൊന്നുമല്ല അവർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചത്. അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി, പോളിൻ്റെ മിനിസ്ട്രിയുടെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് കാണുന്ന, സുവിശേഷം ഞങ്ങളെ ഭരമേൽപ്പിച്ച് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞു. അപ്രൂവ്ഡ് അൺടു ഗോഡ്. പണ്ടെൻ്റെ ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ട് ഈ ഒരു AUG,
ഒരു മിഷൻ്റെ പേരായിരുന്നു AUG എന്നൊക്കെ പറഞ്ഞൊരു മിഷൻ. പണ്ട് ഞാൻ ഇങ്ങനെ പരസ്യങ്ങൾ കേട്ടിട്ടുണ്ട്, AUG മിഷൻ, അപ്രൂവ്ഡ് അൺ ടു ഗോഡ്. ദൈവം അപ്രൂവ് ചെയ്ത ആൾക്കാർ. ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ നമുക്കങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ശുശ്രൂഷ ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ദൈവം നമ്മെ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഈ ദിവസങ്ങളിലെ ആ വലിയൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. ദൈവം നമ്മളെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷനിലെ യേശുക്രിസ്തു കമാൻഡ് ചെയ്യുന്നതിലൂടെ ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പാൻ പറയും. നിങ്ങൾ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തൊക്കെയും എൻ്റെ സാക്ഷികളാകും. ലോകത്തിൻ്റെ അറ്റത്തൊക്കെയും സാക്ഷികളാകുവാനായിട്ട് കർത്താവിൻ്റെ ശക്തിയാണ് നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുന്നത്, നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കർത്താവിൻ്റെ അപ്രൂവലുണ്ട്. മോശയെ ദൈവം വിളിച്ചു, അബ്രഹാമിനെ ദൈവം വിളിച്ചു, നമ്മളെ യോശുവയെ ദൈവം വിളിച്ചു. ഇങ്ങനെ കാലാകാലങ്ങളിൽ ഏലിയാവിനെ വിളിച്ചു, എലിശയെ വിളിച്ചു. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെയൊക്കെ വിളിച്ചായിട്ട് കാണുന്നു. എന്നാൽ ബൈബിള് പൂർണ്ണമായിട്ടുള്ള ബൈബിള് വന്നതിന് ശേഷം ഇങ്ങനെ വിളിച്ചൊന്നും പിന്നെ രേഖപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ഡയറി രേഖപ്പെടുത്താനേ പറ്റുള്ളൂ. ഈ കാലങ്ങളിൽ നിങ്ങളെയും എന്നെയുമാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ അറ്റസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യേണ്ടത്. അല്ല ദൈവം ഉയരത്തിൽ നിന്നിങ്ങനെ അശ്ലീലി കേട്ട് ഒന്നുമല്ല അപ്രൂവ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ കൺവിക്ഷൻ തരുന്നത്, നിങ്ങളെ വിളിച്ച് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് അപ്രൂവ്ഡ് ടു ഗോഡ്, ദൈവം അപ്രൂവ്ഡ് ബൈ ഗോഡ്. ദൈവം നിങ്ങളെ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. ദൈവത്തിന് കൊള്ളാകുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ താഴോട്ട് പറയാനായിട്ടുണ്ട്. തുടർന്ന് നാളെ നമുക്ക് ചിന്തിക്കാം. തെസ്സലോനിക്കയിലുള്ള സഭയിലുള്ള ശുശ്രൂഷ, പോളിൻ്റെ ശുശ്രൂഷയുടെ ചില ക്യാരക്ടേഴ്സാണ് പറഞ്ഞത്. ശുശ്രൂഷന്മാർക്കെല്ലാം ഈ ഒരു ക്യാരക്ടർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഒപ്പോസിഷൻ വരുമ്പോൾ അവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ അകത്തേക്ക് പോവല്ല. ഒപ്പോസിഷൻ വരുമ്പോൾ കർത്താവിൻ്റെ സമയത്ത് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി, ഒപ്പോസിഷൻ ഉള്ളിടത്ത് കർത്താവിന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി, ഒപ്പോസിഷൻ്റെ മധ്യത്തിലും സുവിശേഷം അറിയിക്കാനുള്ള ധൈര്യവും ദൈവകൃപയും പ്രാപിക്കുക എന്നുള്ളത്. രണ്ടാമത്, ഹിപ്പോക്രസി ഇല്ലാതെ ദൈവസന്നിധിയിൽ പറയുന്ന അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്, ദൈവത്തിൻ്റെ അപ്രൂവൽ. ദൈവം അപ്രൂവ് ചെയ്തൊരു ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവരായി തെളിഞ്ഞ് നിൽക്കാനായിട്ട് സാധ്യമാകും. തുടർന്നും ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാണല്ലോ പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പേപ്പറും പെൻസിലും ബുക്കൊക്കെ എടുത്ത് ഇത് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. കാരണം നിങ്ങളെ ജീവിതത്തിൽ അറിയത്തില്ല എന്നാണ് ഈ വലിയൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതൊന്നും അറിയത്തില്ലല്ലോ. അന്നേരം നമ്മുടെ ജീവിതത്തിലുള്ള സമയങ്ങളിൽ ഇതൊക്കെ നമ്മളെ സഹായിക്കും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ നടത്തും. തീർച്ചയായും ഇത് നിങ്ങളെ അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സമയമെടുക്കാം. പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം. തീർച്ചയായും വലിയ അനുഗ്രഹങ്ങൾ ദൈവം നൽകിത്തരും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നോട് ചേർന്ന് ഈ കേട്ട ദൈവത്തിൻ്റെ വചനത്തിലെ കർത്താവെ അവരെ ഉറയ്ക്കുവാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊക്കെ രീതിയിൽ സുവിശേഷം പോളെ അറിയിച്ചു, തെസ്സലോനിക്കയിൽ അറിയിച്ചു എന്നുള്ള ആ ക്യാരക്ടേഴ്സ്, അതിൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഞങ്ങളെ പഠിക്കുകയാണല്ലോ കർത്താവെ. അത് പഠിക്കുമ്പോൾ അതെല്ലാം ഞങ്ങൾക്കൊരു കർത്താവെ പാഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ആ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് ചിന്തിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഹൃദയം കർത്താവെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പോസിഷൻ്റെ മധ്യത്തിലെ സുവിശേഷം പറയാനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹോളിനെസ് ഇൻ ദ മിനിസ്ട്രി, ശുശ്രൂഷയിലുള്ള വിശുദ്ധി നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ അപ്രൂവ് ചെയ്തു എന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രയാസങ്ങളിലിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അസ്വസ്ഥതകളെ, പ്രയാസങ്ങളിലെ, പ്രത്യേകിച്ച് ചില ക്ലോട്ടുകളെ ഉള്ള ആളുകളെ, വ്യക്തികളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമേ, ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരിത് കാണുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നവരെ. ദൈവമേ, ഇത് പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ തലയിലുള്ള നേർവ്സ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ ഈ ദിവസങ്ങളിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെൻ്റൽ പേഷ്യൻസായിട്ട് കർത്താവെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ റിലേറ്റീവ്സ്, പേരൻസ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയൊരു റിലീസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്ന ഓർത്ത സ്തോത്രം. ദൈവമേ, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും മാറ്റാനായിട്ട് അതിനൊക്കെ അസാധ്യമായിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരും ദൈവം. കർത്താവെ, ഒരു ക്രിയേറ്റീവ് മിറക്കിള് കർത്താവെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും കർത്താവെ അത് വിശ്വാസത്തിൻ്റെ ഒരു പടി മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇതിലെ മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ്, നിങ്ങളുടെ സജഷൻസ് അറിയിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. കേട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഗുഡ് നൈറ്റ്.